സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു പോയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാരണം അന്നക്കും അറഫ്തുമുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾക്കറിയാം. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ വലം തുഅദ്ദൂ, നിങ്ങൾ വീട്ടിയിട്ടില്ല. ആ റബ്ബിനോടുള്ള ഹഖ് നിങ്ങൾ പൂർത്തിയാക്കി വീട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ നിനക്ക് അല്ലാഹുവിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടല്? അല്ലാഹ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ചാ പറയും, ലോകത്ത് നമ്മളെ ഉമ്മബാപ്പമാരെക്കാൾ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാൾ നമ്മൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറയും. പക്ഷേ അതൊരു ബർത്ത്ഡേ പാർട്ടി വരുമ്പോ നമ്മൾ മറന്നുപോകുന്നു. ഒരു കല്യാണ പാർട്ടി വരുമ്പോ മറന്നുപോകുന്ന സ്നേഹാണ് റബ്ബിനോട് പറയാനുള്ളത്. വീട്ടിലുണ്ടാകുന്ന ഏതെങ്കിലും സന്തോഷ നിമിഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് നിന്നൊരു പാട്ട് കേൾക്കുമ്പോ മറന്നുപോകുന്ന അല്ലാഹ്, ഇതല്ലേ നമ്മുടെ ഹൃദയത്തിലുള്ള അല്ലാഹ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നു, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷേ ഭൂമി ലോകത്ത് നമ്മൾ അല്ലാഹുവിനെ അംഗീകരിക്കുന്നു, അല്ലാഹ് ഉണ്ട് എന്ന് പറയുന്നു, അവനോടാണ് ഏറ്റവും താല്പര്യം എന്ന് പറയുന്നു. പക്ഷെ ആ താല്പര്യങ്ങള് നമ്മളെ കല്യാണത്തിന്റെ ദിവസം നമുക്ക് ഓർമ്മിക്കാൻ കഴിയാത്ത റബ്ബ്, അതെന്ത് റബ്ബാണ് അല്ലേ? നമ്മളെ വീട്ടിലുണ്ടാകുന്ന കല്യാണത്തിന്റെ ദിവസം സന്തോഷം പങ്കിടുന്ന സമയത്ത് നമ്മൾ അല്ലാഹുവിനെ മറന്നു പോകുന്നു. ഏത് അല്ലാഹുവിനെയാ നിനക്ക് പരിചയമുള്ളത്? ആലിമുസ്സിർരി വൽ അലാനിയ, ഏത് സ്വകാര്യവും രഹസ്യവും പരസ്യം അറിയുന്ന റബ്ബ്. ആ റബ്ബിനെ നിന്റെ ഭൂമി ലോകത്തെ ഒരു ചെറിയ സമയത്തെ സന്തോഷം അല്ലെ വിവാഹം എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക്, വിവാഹം കഴിഞ്ഞ എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? ഇല്ലേ, ഒരുപാട് ആളില്ലേ? പുതിയാപ്പിളയായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉണ്ടായ സന്തോഷം ഇപ്പോഴും ഉണ്ടോ? അന്ന് രാത്രി തന്നെ ഇല്ല വലിയാരെ അല്ലേ? 2 ദിവസം കിട്ടിയിരുന്ന ആ സന്തോഷം, പിന്നെ ആ സന്തോഷം കിട്ടിയോ? കിട്ടിയാരെങ്കിലും ഉണ്ടോ? അന്നത്തെ ദിവസം പുതിയാപ്പിളയായി വീട്ടിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞിറങ്ങുന്ന ആ സ്റ്റേജിൽ ഉണ്ടായ സന്തോഷം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരാളെ കാണിച്ചു നിങ്ങള് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? ഒരാളെയും കാണിക്കാൻ കഴിയൂല. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകൂല. ഭൂമി ലോകത്തുള്ളതെല്ലാം യുഫന, എല്ലാം നശിച്ചു പോകാനുള്ളതാ. ഇവിടെ ഒന്നും നിലനിൽക്കുന്നതില്ല അല്ലെ? കുല്ലുമൻ അലൈഹാ ഫാൻ, എന്ത് സന്തോഷാണെങ്കിലും നശിക്കാനുള്ളത് ഇവിടെ പറയാനുള്ളൂ അല്ലെ? ഭർത്താവിന് പറയാനുള്ളത് ഭാര്യനെ കിട്ടി കുടുങ്ങിയെന്നാണ്, ഭാര്യയ്ക്ക് പറയാനുള്ളത് ഇയാള് ഭർത്താവായിട്ട് അയാളും കുടുങ്ങിയെന്നാണ് അല്ലെ? ഇതല്ലേ പലരുടെയും ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാരില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല. കുടുങ്ങിയ ലോകത്തെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷെ ആ കുടുങ്ങുന്ന സമയത്തുണ്ടായ ചെറിയൊരു സന്തോഷ നിമിഷം, ആ ഒരു സന്തോഷ നിമിഷത്തിൽ അല്ലാഹുവിനെ ഓർമ്മിക്കാൻ കഴിയാത്തവനാണെങ്കിൽ നീ ഏത് റബ്ബിനെയാണോ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്? ഒരു ചെറിയ സമയത്ത് ഒരു ദിവസം കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ പേരിൽ അല്ലാഹുവിനെ മറക്കുന്ന അല്ലാഹയാണോ നിന്റെ അല്ലാഹ് പറയുന്നത്? ഇതാ നീ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. നീ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അറഫ്തുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ റബ്ബിനോടുള്ള ഹഖിനെ പൂർത്തിയാക്കി വീട്ടിയിട്ടില്ല അല്ലേ? കൂട്ടുകാരന്റെ കൂടെ കാറിലിരുന്ന് സന്തുഷ്ടമായൊരു യാത്ര നടത്തുമ്പോ നിനക്ക് പാട്ടിട്ടിട്ട് ഡാൻസ് ചെയ്യാതെ നിന്റെ കാറിലെ യാത്ര പൂർത്തിയായില്ല. മോനെ, നീ പറയുന്നു അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന്. ആ ചെറിയ സമയത്ത് നിനക്ക് എന്തോ ഒരു ഹരം പിടിച്ചപ്പോ നീ ചാടിയില്ലേ? ആ ചാട്ടത്തിന്റെ സമയത്ത് നിനക്ക് ഓർമ്മിക്കാൻ അല്ലാഹുവിനെ കിട്ടിയില്ല. ഇതാണോ നീ പറയുന്ന അല്ലാഹുവിനോടുള്ള സ്നേഹം? നീ ആലോചിച്ചു നോക്ക്. ഇതാണോ നീ പറയുന്ന സ്നേഹം? അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു നീ. ഞാൻ പറയുന്നു ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു. ഏതിഷ്ടം? നീ ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു കാര്യം മുന്നിലെത്തുമ്പോ മറന്നുപോകുന്ന അല്ലാഹ് അല്ലേ? ഏതോ ഒരു സിനിമാ നടൻ കുപ്പായിട്ടപ്പോ അവന്റെ കുപ്പായത്തിന്റെ സൈഡ് കീറി, അതിന്റെ പേരിൽ നീ അല്ലാഹുവിനെ മറന്നിട്ട് കീറിയ കുപ്പായിട്ട് കിടക്കുകയാണ്. എല്ലാ മുസ്ലിയാക്കന്മാരും വയല് പറയുമ്പോ വയല് പറഞ്ഞു, മോനെ, നിന്റെ മുടി വെട്ടുമ്പോൾ നീ നിന്റെ സൈഡും ബേക്കും ചെത്തിയെടുത്ത് മുടി വെട്ടുന്ന സ്വഭാവക്കാരനാകരുത്. എല്ലാ ഉസ്താദുമാരും വയല് പറയുന്നത്, നിന്റെ സ്വന്തം മകനെ നീ ബാർബർ ഷാപ്പ് കൊണ്ടുപോയി മുടി വെട്ടിയിട്ട് കൊണ്ടുവരുമ്പോ സൈഡ് ചെത്തുകയാണ് നീ. അപ്പൊ നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നില്ല, അല്ലാഹുവിനെ മറക്കുകയാണ് നീ. ഒരു ചെറിയ സമയത്ത് ഏറി വന്നാൽ 2 ആഴ്ച നിലനിൽക്കുന്ന ഈ ഒരു ചെറിയ ഭംഗിയുടെ പേരിൽ അല്ലാഹുവിനെ മറക്കുന്നവനാ ഞാനും നീയും. എന്ത് സ്നേഹമായ എനിക്കും നിനക്കും അവകാശപ്പെടാനുള്ളത്?
നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മൾ പറയും നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു അല്ലേ? നീ ഇഷ്ടപ്പെടുന്ന ഭൗതിക ലോകത്തെ എന്തോ ഒരു സന്തോഷത്തെ നീ അനുഭവിക്കുമ്പോ മറന്നു പോകുന്ന അല്ലാഹ്, ഇതല്ലേ നിന്റെ അല്ലാഹ്? ഇതന്നെ നിന്റെ അല്ലാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ പറയുന്നത് സത്യമാണോ? ഞാൻ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ, ഞാൻ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോ, ഞാൻ എന്റെ ഹൃദയത്തോട് കൈവച്ച് ചേർത്തിട്ട് പറയണം, ചിന്തിക്കണം. എന്റെ കണ്ണുകൊണ്ട് ഞാനൊരു അന്യപെണ്ണിന്റെ കണ്ണ് ശ്രദ്ധയിലേക്ക് എന്റെ കണ്ണ് തിരിഞ്ഞു പോയാൽ അവളിലേക്ക് നോക്കാതെ ഞാൻ എന്റെ കണ്ണിനെ തിരിച്ചു കളയണം എന്നാണ് എന്റെ റബ്ബിന്റെ ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കണ്ണ് ആ അന്യ പെണ്ണിൽ നിന്ന് എത്ര സമയത്തോളം പിടിക്കാതെ എന്റെ കണ്ണ് ചലിച്ചുപോയി. ഇതാണോ നീയും ഞാനും പറയുന്ന സ്നേഹം? ഇതാണോ നമ്മൾ പറയുന്ന സ്നേഹം? നിങ്ങൾ ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ. കല്യാണ വീട്ടിൽ നടക്കുന്ന പേക്കൂത്തുകളെ കാരണം എന്താണ്? അല്ലാഹുവിനെ ഓർമ്മിക്കാനുള്ള ഹൃദയത്തെ മറവി കൊണ്ട് ഇബ്ലീസ് തോൽപ്പിച്ചതാണ്. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് പോരാ, ഇതുവരെ ജീവിക്കാൻ അവസരം തന്ന റബ്ബിനെ കുറിച്ചൊന്നും മറവി സംഭവിച്ചു പോയതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി ഈമാനുള്ള മുഅ്മിനീങ്ങളെ. എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ബെഞ്ചിലിരുന്ന് കൂട്ടുകാരൻ ഇന്ന് ഖബറിൽ കിടക്കുന്നുണ്ട്. അവൻ പുതിയാപ്പിളയായിട്ടില്ല, അവൻ വിവാഹത്തിന്റെ ജീവിതം അനുഭവിച്ചിട്ടില്ല, വിവാഹിക്കുന്നതിന് വേണ്ടി സ്റ്റേജിൽ കയറിയിട്ടില്ല. എന്നെ പോലെ ഒരു ഉമ്മക്കൊരു ബാപ്പക്ക് ജനിച്ചവനാണവൻ. പക്ഷേ അവന്റെ ആയുസ് റബ്ബ് കണക്കാക്കിയ സമയമെത്തിയപ്പോൾ അവൻ ലോകത്തോട് വിട പറഞ്ഞുപോയി. അല്ലാഹു ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ചോദിക്കട്ടെ മുഅ്മിനേ, ഇതുവരെ എന്റെ റബ്ബ് എനിക്ക് ആയുസ് തന്നതിന് ആ റബ്ബിനോട് ഞാൻ ചെയ്യേണ്ട കടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അതേ കല്യാണം കഴിഞ്ഞിട്ട് അതാ ടൂർ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സ്വന്തം ഭാര്യനെയും മറ്റുള്ളവന്റെ ഭാര്യനെയും കൂട്ടിയിട്ട് അന്യപെണ്ണെന്നോ അന്യപുരുഷനെന്നോ വ്യത്യാസമില്ലാതെ കാണുന്നതിനും തൊടുന്നതിനും മടിയില്ലാത്ത രൂപത്തിലേക്ക് ചാരിത്രശുദ്ധി നഷ്ടപ്പെടുത്തുന്ന യാത്രകളായി. ഓ കൂട്ടുകാരാ, നിന്റെ യാത്രകൾ അത് പതിച്ചു പോയിട്ടുണ്ടോ? നീ അല്ലാഹനെ ഓർമ്മിക്കുന്നു എന്ന് പറയുന്നതിന് പകരം നീ അല്ലാഹനെ മറന്നവനായി പോയി.